എന്തൊക്കെ സംഭവിച്ചാലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ തുടരുമെന്ന് വ്യക്തമാക്കി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഭീഷണിപ്പെടുത്തിയാലും പ്രതിസന്ധി ആക്കിയാലും ഇന്ത്യ തളരില്ല എന്ന മുന്നറിയിപ്പാണിത്. റഷ്യൻ എണ്ണയായാലും മറ്റെന്തെങ്കിലും ആയാലും എവിടെ നിന്ന് വാങ്ങണം, എത്ര നിരക്കിൽ വാങ്ങണം എന്നത് നമ്മുടെ തീരുമാനമാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഏറ്റവും ലാഭത്തിൽ എണ്ണ ലഭിക്കുന്നിടത്ത് നിന്ന് അവ വാങ്ങുക എന്നതാണ് സർക്കാരിന്റെ നയമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ 50% തീരുവയുടെ ആഘാതം പുതിയ ചരക്ക് സേവന നികുതി പരിഷ്കാരങ്ങൾ വഴി ഒരു പരിധിവരെ സന്തുലിതമാക്കപ്പെടുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് നിർമ്മല സീതാരാമൻ ഇക്കാര്യം പറഞ്ഞത്. ലോകത്തിലെ മൂന്നാമത്തെ വലിയ ക്രൂഡ് ഓയിൽ ഉപഭോക്താവാണ് ഇന്ത്യ. രാജ്യത്ത് ആവശ്യമായ എണ്ണയുടെ 88% നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതാണ്. റഷ്യയിൽ നിന്ന് വിലക്കുറവിൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയത് കോടിക്കണക്കിന് വിദേശ നാണ്യം ലഭ്യമാക്കാൻ രാജ്യത്തിനെ സഹായിച്ചുവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസവും ഇന്ത്യക്കുള്ള ക്രൂഡ് ഓയിലിന് റഷ്യ വില കുറച്ചതായി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ബാരലിന് $4 വരെ കുറച്ചു. ഈ മാസം പ്രതിദിനം 3 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങുമെന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തത്. ഒരു ഭാഗത്ത് അമേരിക്ക ഇന്ത്യക്ക് മേൽ അധിക തീരുവ ചുമത്തുമ്പോൾ മറുഭാഗത്ത് ഇന്ത്യക്ക് ഇളവുകളുമായി വരികയാണ് റഷ്യ. സെപ്റ്റംബർ അവസാനവും ഒക്ടോബറിലുമായി റഷ്യ കയറ്റി അയക്കുന്ന റൂറൽ ക്രൂഡിനാണ് കുറഞ്ഞ വില വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ജൂലൈ മാസത്തിൽ ബാരലിന് $1 കിഴിവാണ് റഷ്യ ഇന്ത്യക്ക് നൽകിയിരിക്കുന്നതെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ $2.5 അത് വർദ്ധിച്ചിട്ടുണ്ടെന്നും ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ചാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ അധിക തീരുവ ചുമത്തിയത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ഇന്ത്യ യുക്രൈനെതിരായ യുദ്ധത്തെ സഹായിക്കുകയാണ് എന്നാണ് ട്രംപിന്റെ വാദം. എന്നാൽ റഷ്യയുമായി അമേരിക്കയ്ക്കുള്ള കരാറുകൾ ചൂണ്ടിക്കാട്ടി ഇരട്ടത്താപ്പ് പാടില്ലെന്ന് മറുപടി ഇന്ത്യ നേരത്തെ നൽകിയിരുന്നു. അതേസമയം ഇന്ത്യ റഷ്യ ബന്ധം പെട്ടെന്നൊന്നും ഒരാൾക്ക് തകർക്കാവുന്നതല്ല. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് തൊട്ടുമുമ്പ് 1947 ഏപ്രിൽ ഇരു രാജ്യങ്ങളും നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു. സാമ്പത്തിക സ്വയം പര്യാപ്ത കൈവരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇന്ത്യ. അതിനാൽ ഖനനം, ഊർജ്ജം, ഉരുക്ക് ഉൽപാദനം എന്നിവയിൽ നിക്ഷേപം നടത്തി രാജ്യത്തിന്റെ ഖന വ്യവസായത്തിൽ പിന്തുണ നൽകുന്നതിൽ അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഒരു പ്രധാന പങ്കാളിയായിരുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണ മാതൃകയും സോവിയറ്റ് പഞ്ചവത്സര പദ്ധതിയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ഇന്ത്യയിൽ പ്രത്യേകിച്ച് പഴയ തലമുറയിലെ നയതന്ത്രജ്ഞർക്കിടയിൽ റഷ്യയോട് ചരിത്രപരമായി ഉയർന്ന തോതിലുള്ള അടുപ്പമുണ്ട്. കാരണം ശീതയുദ്ധകാലത്ത്, പ്രത്യേകിച്ച് 1971 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയെ പിന്തുണച്ചു. ആ യുദ്ധത്തിൽ US-ഉം ചൈനയും പാകിസ്ഥാനോടൊപ്പം നിന്നു. ഇന്ത്യ സോവിയറ്റ് ബന്ധത്തിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടമായിരുന്നു ഇത്. ഇരു രാജ്യങ്ങളും സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം കൂടിയായിരുന്നു ഇത്. എന്നാൽ അതിനു മുമ്പ് തന്നെ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയെ പിന്തുണച്ചിരുന്നു. 1965 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ മധ്യസ്ഥത വഹിക്കുകയും 1966 തഷ്കന്റ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുകയും ചെയ്തു. അവിടെ ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു. ഇന്ത്യയെ പിന്തുണച്ച് സോവിയറ്റ് യൂണിയൻ നിരവധി തവണ UN സുരക്ഷാ കൗൺസിലിൽ വീറ്റോ ഉപയോഗിച്ചു. 6 ഡസനോളം തവണകൾ 1957-നും 1971-നും ഇടയിൽ. ഇത് സാധാരണയായി കാശ്മീർ വിഷയത്തെക്കുറിച്ചായിരുന്നു. ഒരിക്കൽ പോർച്ചുഗീസ് ഭരണം അവസാനിപ്പിക്കാൻ ഗോവയിൽ ഇന്ത്യ നടത്തിയ സൈനിക ഇടപെടലിനെക്കുറിച്ചും വാഷിംഗ്ടണിൽ നിന്ന് മടങ്ങുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മോസ്കോയിൽ തങ്ങുന്നതും പതിവായിരുന്നു. ശീതയുദ്ധാനന്തര കാലഘട്ടത്തിലും ഈ ബന്ധം തുടർന്നു. തന്ത്രപരമായ പങ്കാളിത്തത്തിൽ ഒപ്പുവെച്ച 2000 മുതൽ വാർഷിക ഉച്ചകോടിയിൽ നടന്നു വരുന്നുണ്ട്. 2021 മുതൽ ഇന്ത്യയും റഷ്യയും 2+2 മീറ്റിംഗുകൾ, വിദേശകാര്യ പ്രതിരോധ മന്ത്രിമാരുമായുള്ള സംയുക്ത മീറ്റിംഗുകൾ നടത്തുന്നുണ്ട്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കർ ഇന്ത്യ റഷ്യ ബന്ധത്തെക്കുറിച്ച് പരാമർശിച്ചത് ഇങ്ങനെയായിരുന്നു: ബന്ധം കഴിഞ്ഞ അരനൂറ്റാണ്ടായി ആഗോള രാഷ്ട്രീയത്തിലെ സ്ഥിരം സാന്നിധ്യമാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.